സന്ധ്യ കാട്ടാക്കട പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന പെണ്ണ്. അതായത് നമ്മളെ നാട്ടിലൊക്കെ ഒരു ആണൊരു പെണ്ണിനെ പീഡിപ്പിച്ചു, പിന്നെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ഒരു വയസ്സായ ആള് ഒരു വയസ്സാവാത്ത ഒരാളെ പീഡിപ്പിച്ചു എന്നൊക്കെ നമ്മൾ വാർത്തയിൽ കേൾക്കാറുണ്ട്. ഇവിടെ നേരെ തല തിരിച്ചാണ്. നമ്മളൊക്കെ സേഫായിട്ട് ഒരു പെണ്ണിൻ്റെ കൂടെ ഒരു പെണ്ണിനെ വിടാം, ഒരു ആണിൻ്റെ കൂടെ ഒരു ആണിനെ വിടാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് തെറ്റി. സന്ധ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാട്ടാക്കട, കറക്റ്റ് കാട്ടാക്കട ആ ഒരു ഭാഗത്താണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. സന്ധ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ പറ്റി വലിയ രീതിയിലുള്ള പീഡന കേസ് വന്നിരിക്കുകയാണ്. അതായത് സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ സാധാരണ ആൺകുട്ടികളൊക്കെ പോയിട്ട് പെൺകുട്ടികളെ വളക്കാറൊക്കെ ഉണ്ടല്ലോ. ഇത് സന്ധ്യ എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി, ഈ പെണ്ണ് സന്ധ്യ എന്ന് പറഞ്ഞിട്ടുള്ള പെണ്ണ് ഏകദേശം ഒരു 30-35 വയസ്സിൻ്റെ ആ ഒരു റേഞ്ചിൽ പ്രായമുള്ള ഒരു പെണ്ണ് സ്കൂളിൽ പഠിക്കുന്ന 6, 7, 8 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെയാണ് സന്ധ്യക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ കുട്ടികളെ സ്കൂളിൻ്റെ അടുത്ത് ചെന്ന് കുട്ടികളെ വളക്കുക. അതായത് സ്കൂളിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ഒരു 4-5 കുട്ടികളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമെങ്കിൽ ആ കുട്ടികളുടെ അടുത്ത് പോയിട്ട് കുട്ടികളോട് സംസാരിച്ച് കുട്ടികളുടെ വീട്ടിലേക്ക് വരി, നമുക്ക് ഫ്രണ്ട്സ് ആവാം, കമ്പനി ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ അവിടെ പോയി നന്നായിട്ട് വളച്ച്, ഏതായാലും സന്ധ്യ അവരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുട്ടികളെ വീട്ടിൽ കയറ്റി വെള്ളം കൊടുത്ത് വേറ് കൊടുത്താണ് സന്ധ്യ കുട്ടികളെ മയക്കുന്നത്. അതായത് 7, 8, 6, 7 ക്ലാസ്സിലുള്ള ആ ഒരു പ്രായമുള്ള കുട്ടികളൊക്കെ ഏകദേശം ഒരു 15-ൻ്റെയും ഒരു 10 വയസ്സിൻ്റെയൊക്കെ ഇടയിലായിരിക്കുമല്ലോ. ആ കുട്ടികൾ ബീറൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആദ്യമായിട്ട് സന്ധ്യ ഈ കുട്ടികൾക്ക് ബീർ കൊടുത്തുകാണ്ട് ആ കുട്ടികൾക്ക് എന്തായാലും ബീർ കഴിക്കുന്ന ആ സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ബോധം ഉണ്ടാവില്ല. ആ സമയത്താണ് സന്ധ്യ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നത്. ഒരുപാട് കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിലും സന്ധ്യനെ ഏകദേശം 2 കേസിൽ സന്ധ്യനെ പിടിച്ചിട്ട് കോടതി തന്നെ വിധി വന്നിട്ടുണ്ട്. കുട്ടികളെയാണ് സന്ധ്യക്ക് വലിയ ഇഷ്ടം, മുതിർന്ന ആളുകളെ സന്ധ്യക്ക് ഇഷ്ടമില്ല. ഒരുപാട് കുട്ടികളെ ഇതുവരെ സന്ധ്യ ഒരുപാട് കുട്ടികളെ പീഡിപ്പിച്ചതിന് കണക്കും കഴിയില്ല. 2 കേസിൽ മാത്രമാണ് സന്ധ്യ നന്നായിട്ട് ലോക്കായത്. കുട്ടികളിത് പോയിട്ട് ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലോടോ വീട്ടിലൊക്കെ പോയി പറയും, ചെറിയ കുട്ടികളാണെങ്കിൽ വീട്ടിൽ പോയി പറഞ്ഞിട്ട് അവർ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ ഉമ്മയെ ചിലപ്പോൾ അമ്മയ്ക്ക് അറിയാമായിരിക്കും, ബാക്കിയുള്ളവരൊന്നും ഇതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ ഒരു പെണ്ണല്ലേ എന്നുള്ള സ്ഥിതിക്ക് ഒരു ഇങ്ങനെ അത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അത് ആ താത്ത അങ്ങനെ എന്തെങ്കിലും ഇക്കാരെന്നൊക്കെ വിചാരിച്ചിട്ട്, ആ ചേച്ചി അങ്ങനെ എന്തെങ്കിലും ഇക്കാൻ വിചാരിച്ചിട്ട് അത് വിട്ടാളിയും. ഇപ്പം എന്തായാലും സന്ധ്യക്കെതിരെ വലിയ കേസാണ് ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും സന്ധ്യ ഇപ്പോൾ ജയിലിലായിരിക്കുകയാണ്. സന്ധ്യക്കെതിരെ 2 കേസിൽ സന്ധ്യ നന്നായിട്ട് ജാമായി. ഒരു കേസിൽ 9.5 വർഷം, ഒരു കേസിൽ 13.5 വർഷത്തിലും സന്ധ്യ ജയിൽ ശിക്ഷ വിധിച്ചിട്ടുണ്ട് കോടതി. എന്തായാലും നമ്മളെ നാട്ടിലൊക്കെ ഇമ്മാരത്തെ ഒരു കേസൊക്കെ ഉണ്ടാകുമ്പോൾ എന്താടേ എന്നൊക്കെ വിചാരിച്ചിട്ട് പല ആളുകളും നിൽക്കൂല. സ്വാഭാവികമായിട്ടും പല രീതിയിലാണ് സമൂഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. 2024 അല്ലടോ, 2030 ആകുമ്പോഴത്തേന് ഇത് വേറെ റേഞ്ചിക്ക് എവിടേക്ക് എത്തുന്നത് ആർക്കറിയാം. എന്തായാലും സന്ധ്യ ഈ ഒരു കേസ് ബന്ധപ്പെട്ടിട്ട് കാട്ടാക്കട പോലീസ് പുറത്തുവിട്ട കുറച്ച് വോയിസ് റെക്കോർഡിംഗ് ഉണ്ട്. ആ വോയിസ് ഞാൻ ഇവിടെ വെക്കാം. കുട്ടികളെ ബിയറൊക്കെ കൊടുത്ത് ഇതിലേക്ക് താല്പര്യപൂർവ്വം കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു ഇവിടെ ഒരു പരിപാടി. കേസെടുത്തതാണ്. കുട്ടിക്ക് 14 വയസ്സായിരുന്നു. ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ ഇവരുടെ ഭാഗത്ത് അറ്റംപ്റ്റ് ഉണ്ടായിട്ടുള്ളത്? മദ്യം കൊടുത്തതിന് ശേഷം ഇതിനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു സുരക്ഷിതത്വ കുറവുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ അറിയിച്ചെടുത്തതാണ്. കുടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇത് കുടിക്കൂല. സമാനമായിട്ടുള്ള കേസുകൾ മുൻപ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ്? നമ്മൾ ഈ പ്രതിക്ക് തന്നെ സമാനമായ ഒരു കേസ് കൂടെ മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതിലും അവരെ 10 വർഷത്തോളം ശിക്ഷിച്ചിട്ടുണ്ട്. ആ കേസിലേക്ക് തൊട്ട് മുന്നെയാണ് ഇത്. 31-ാം തീയതി മറ്റേ 27-ാം തീയതി ആണെന്ന് തോന്നുന്നു. ഒരേ മാസം ജനുവരി 27 മറ്റേ 31 അത്ര വ്യത്യാസമുണ്ട്. 2 കേസിന്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇത് സമാന സ്വഭാവം തന്നെ. ഇവർക്ക് ഈ സീരിയലിലൊക്കെ അഭിനയിപ്പിക്കാം അല്ലെങ്കിൽ മോഡൽ രംഗത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ഇത് മറ്റേ കേസ് റിപ്പോർട്ട് ആയപ്പോൾ തന്നെയാണ് ഇതും എടോ നമ്മുടെ നാട്ടില് ഒരു പെണ്ണ് വന്നിട്ട് ഇവരോട് പറയാണ് മകളെ സീരിയലിലൊക്കെ അഭിനയിക്കാം ഒക്കെ കൊണ്ടുപോകുമ്പോ ഒരു പെണ്ണ് വന്ന് പറയുമ്പോ ആളുകൾ ഈ ഒരു ശാരീരിക ബന്ധം ഒരു പീഡനം ആയിട്ട് ആരും തോന്നിക്കൂല. അപ്പൊ അങ്ങനത്തെ രീതിയിലായിരിക്കുമല്ലോ. അപ്പൊ ആ സ്വാഭാവികം വീട്ടുകാരും തന്നെ അതിന് സമ്മതിക്കും ചെയ്യും.
ഈ 2 കേസിന്റെയും പുറത്ത് വന്നത്. അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയതിനു ശേഷം ഈ ബിയറൊക്കെ കുടിപ്പിക്കും. കുട്ടികൾക്ക് എല്ലാം താല്പര്യമില്ല, കൊച്ചുകുട്ടികളല്ലേ, സ്മെല്ലടിക്കുമ്പോൾ തന്നെ താല്പര്യമില്ലാതെ അങ്ങനെ ആ വിഷയമായി കേസ് എടുക്കേണ്ടി വരുന്നത്. എനിക്ക് പറഞ്ഞ ഈ മോഡൽ രംഗത്തേക്ക് കൊണ്ടുവരാന്നുള്ള ഉദ്ദേശത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കിയാണ് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വരെ ഈ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പൊ കുട്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടായി, ഈ മദ്യപിക്കാൻ. അതായത് ഈ കുട്ടികളെ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ കുട്ടികളെ പോക്സോ കേസിൽ 2 കേസിൽ സന്ധ്യ നന്നായിട്ട് ജാമായി. 13.5 വർഷം പിന്നെ 9.5 വർഷം ആണ് ആ കേസിൽ ജാമായിട്ടുള്ളത്. ഒരു കേസിൽ 40,000, മറ്റേ കേസിൽ 50,000 രൂപ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. എന്തായാലും സന്ധ്യപ്പുറത്തൊന്നും പുറലോകം കാണുന്നു തോന്നുന്നില്ല. എന്തായാലും ഈ വാർത്തകളൊന്നും വേറെ മാധ്യമങ്ങളിലും വാർത്തകളിലൊന്നും വന്നതായിട്ട് കാണില്ല. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ ഇത് വരാൻ സാധ്യത എന്തായാലും ഉണ്ട്.